പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ എൻ്റെ സ്വന്തം കാര്യമാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം ധാരാളം കോളുകൾ എനിക്ക് വരുന്നുണ്ട്. സഹായം ചോദിച്ചുകൊണ്ട്, സാമ്പത്തിക സഹായമല്ല ഉദ്ദേശിക്കുന്നത്, മറ്റു പല സഹായം ചോദിച്ചുകൊണ്ട് എന്നെ പലരും വിളിക്കുന്നുണ്ട്. എനിക്കത് ചെയ്തു കൊടുക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യം നിങ്ങളോട് വിശദീകരിക്കാൻ, എന്തുകൊണ്ടാണ് നിങ്ങളെ ഞാൻ സഹായിക്കാത്തത് എന്നതിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ തരാനും, അത്തരത്തിൽ എന്നോട് ആവശ്യപ്പെടാതിരിക്കാനും, നിങ്ങളുടെ സമയം നിങ്ങളെ ഒരു കോള് അതൊക്കെ വെറുതെ ഉപയോഗിക്കാതിരിക്കാനും വേണ്ടി. കാര്യം വിളിച്ചു പറഞ്ഞിട്ട് നമ്മൾ ചെയ്തു തന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു വിരോധം ഉണ്ടാക്കണ്ടല്ലോ, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. എന്നെ പ്രധാനമായിട്ടും ആൾക്കാർ വിളിക്കുന്നത് 3 കാര്യങ്ങൾക്കാണ്. ഒന്ന്, എന്തെങ്കിലും ചാരിറ്റി വീഡിയോകൾ ചെയ്യാൻ പറ്റുമോ, ചാരിറ്റിയായിട്ട് സഹായിക്കാൻ പറ്റുമോ എന്നതാണ് ഒന്നാമത്തെ കാര്യം. ഞാൻ ചെയ്യാറില്ല. കാരണം എനിക്ക് തന്നെ ബോധ്യമുള്ള വളരെ റയർ കേസുകൾ മാത്രമേ ഞാൻ സംസാരിച്ചിട്ടുള്ളൂ. എന്താ ഞാനത് പറയാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സിമ്പിൾ. എൻ്റെ വ്യൂവേഴ്സ് എന്ന് പറയുന്നത് കുറെ സാധുക്കളായിട്ടുള്ള കുറെ വൃദ്ധജനങ്ങളാണ്. ഒരു 50 വയസ്സിന് മേലെയുള്ള കുറച്ച് ആൾക്കാരും പിന്നെ നല്ല പ്രായമുള്ളവരുമാണ് എൻ്റെ ആൾക്കാരെന്ന് പറയുന്നത്. പെൻഷനൊക്കെ വാങ്ങി ജീവിതം നയിച്ചുകൊണ്ട് പോകുന്ന സാധാരണക്കാരാണ് എൻ്റെ വ്യൂവേഴ്സ് കൂടുതൽ. അവരുടെ പെൻഷൻ പൈസ അവരുടെ ആവശ്യങ്ങൾക്ക് പോലും ചെലവഴിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം നിൽക്കുമ്പോൾ നമ്മളൊരു സാമ്പത്തിക ആവശ്യം മുന്നോട്ട് വെച്ചാൽ അവർക്കത് പരിഹരിക്കാൻ കഴിയില്ല. അതായത് നമ്മളെ സമീപിക്കുന്നവർക്ക് നല്ലൊരു റിസൾട്ട് നമുക്ക് കൊടുക്കാൻ കഴിയില്ല. ഒന്നാമത്തത് അതല്ല എന്നുണ്ടെങ്കിൽ വലിയ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാകണം. ഇപ്പോൾ KSRTC ഡ്രൈവർ യദുവിന്റെ വിഷയം വന്ന സമയത്ത് യദുവിനെ സഹായിക്കാൻ ഒരുപാട് പേർ തയ്യാറായിരുന്നു. ഒരു വൈറൽ വിഷയം ഉണ്ടായപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും ഒരു വിഷയം എൻ്റെ പേജിലൂടെ അല്ലെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഉണ്ടായാൽ സ്വാഭാവികമായിട്ടും കൂടുതൽ ആൾക്കാരിലേക്ക് അത് വൈറലായി എത്തിക്കഴിഞ്ഞ ശേഷം ചിലപ്പോൾ എന്തെങ്കിലും സഹായം കിട്ടുമായിരിക്കും. അപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടുമായിരിക്കും. അല്ലാതെ നോർമലി ഒരു വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ചാരിറ്റി മറ്റു കാര്യങ്ങൾ ചെയ്യാത്തത്. നിങ്ങളെ നിരുത്സാഹപ്പെടുത്താൻ പറ്റാത്തത് കൊണ്ടാണ്. പിന്നെ 2 കാര്യങ്ങളാണ് മറ്റു. ഒന്ന്, ഇൻഡിവിജ്വൽ കൗൺസിലിംഗ്. ഈ 18 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ പല രീതിയിലുള്ള കൗൺസിലിങ്ങുകളും, പിന്നെ ഫാമിലി പിരിഞ്ഞു നിൽക്കുന്നവരോ പിരിയാൻ നിൽക്കുന്നവരോ ആയിട്ടുള്ളവരുടെ ആ പ്രശ്നങ്ങൾ അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വിളി. ഇതിൽ ഫാമിലിയുടെ കേസ് ഞാൻ ഇന്ന് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിന്റെ പല ഭാഗത്തും അവർ തന്നെ സെറ്റ് ചെയ്തിട്ടുള്ള ഭാഗത്താണ്. അതായത് ഇവർ തമ്മിലിരുന്ന് സ്വതന്ത്രമായി സംസാരിക്കാനും എന്നാൽ സ്വകാര്യമായി ഒരു എന്താ പറയാ ഒരു പ്രൈവസിയിൽ അവരുടെ കാര്യങ്ങൾ പറയാനുമുള്ള സൗകര്യം അവർ ഒരുക്കിയാൽ, എൻ്റെ ആവശ്യമായ ചെലവുകൾ അവർ വഹിക്കാൻ തയ്യാറായാൽ, ഞാൻ ഒരു ദിവസം നിശ്ചയിച്ചുകൊണ്ട് അവിടെ ചെന്ന് അത് പരിഹരിച്ച് കൊടുക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഇപ്പോഴും ചെയ്തു വരുന്നുണ്ട്. അത്തരത്തിൽ തയ്യാറല്ലാത്തത് കൊണ്ടാണ് പല കേസുകളും എനിക്ക് ഒഴിവാക്കി വിടേണ്ടി വരുന്നത്. പിന്നെ പൂർണ്ണമായും ഞാൻ 2023 ശേഷം ഒഴിവാക്കിയതാണ് മൈനർ കേസുകൾ. മൈനർ എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വൽ കൗൺസിലിംഗ് ആണ്. ഇൻഡിവിജ്വൽ ചിലത് ഡിപ്രഷൻ ഉള്ളത്, മൊബൈൽ ഫോൺ അഡിക്ഷൻ, അതുപോലെ മറ്റു പല കേസുകളും. ഇത്തരത്തിലുള്ള കേസുകൾ ആ കുട്ടികൾ വഴിപിഴച്ച് പോയാലും വേണ്ടില്ല, ഞാൻ ആ വഴിക്കില്ല എന്നൊരു നിലപാടിലേക്കാണ് ഞാൻ എത്തിയിട്ടുള്ളത്. അത് ആ കുട്ടികളോടോ ആ രക്ഷിതാക്കളോടോ സ്നേഹമോ ബഹുമാനമോ അല്ലെങ്കിൽ അവർ രക്ഷപ്പെടരുതെന്ന് ആഗ്രഹം ഉള്ളതുകൊണ്ടൊന്നും അല്ല. കാരണം പേടി കൊണ്ടാണ്. ഫാമിലി കൗൺസിലിംഗ് ഒക്കെ ആണെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല. 18 വയസ്സിന് മേലെയുള്ളവരാണ്. പക്ഷെ 18 വയസ്സിന് താഴെയുള്ള വിദ്യാർത്ഥികളുടെ മൊബൈൽ ഫോൺ വിഷയമായാലും മറ്റേത് വിഷയമായാലും നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ അവരോട് ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കേണ്ടി വരും. അത് ആണായാലും പെണ്ണായാലും നമ്മൾ അവരോട് പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവർ നമ്മളോട് പറയുന്ന കാര്യങ്ങൾ ഏതെങ്കിലും കാരണവശാൽ ആ കുട്ടിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, അതല്ലെങ്കിൽ 2 പേർക്കും ഇഷ്ടപ്പെട്ടു, പിന്നീട് ആർക്കെങ്കിലും ഒരാൾക്കത് ബുദ്ധിമുട്ടായി വരും എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഒരു നിയമം വരും, പോക്സോ. എന്തു വന്നാലും ഈ കൗൺസിലേഴ്സ്, സൈക്കോളജിസ്റ്റുകൾ, ഇന്ന് ഡോക്ടർമാർ, കഴിഞ്ഞ ദിവസം കോഴിക്കോട്ടുള്ള ഡോക്ടർക്ക് പോലും കേസുണ്ടായി. ചികിത്സിക്കാൻ വന്ന ഡോക്ടറെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് വലിയ പത്രവാർത്ത വന്നിരുന്നു. ഫോട്ടോയൊക്കെ വെച്ചിട്ട് വലിയ വാർത്ത ചെയ്തതാണ്. പക്ഷെ കോടതി അത് കള്ള കേസാണെന്ന് കണ്ടെത്തിയിട്ട് ആ ഡോക്ടറെ വെറുതെ വിട്ടു. ഇതുപോലെ ധാരാളം കേസുകൾ വരുന്നുണ്ട്. അപ്പോൾ 18 വയസ്സിന് താഴെയുള്ള നിങ്ങളുടെ കുട്ടികൾ നശിച്ചു പോട്ടെ എന്ന് ഞാൻ വിചാരിക്കാൻ കാരണം, ഒരു കള്ളക്കേസ്, ഏതെങ്കിലും ഒരു കള്ള പോക്സോ കേസ് എൻ്റെ പേരിൽ ഉണ്ടായാൽ മിനിമം ഒരു 4-5 ലക്ഷം രൂപ എനിക്ക് ചിലവാകും. പത്രങ്ങളിലും മറ്റെവിടെ എല്ലാ ഭാഗത്തും നല്ല ഫോട്ടോയും കാര്യങ്ങളും വന്നിട്ട് നല്ല പോക്സോ വില്ലനായിട്ട് നിൽക്കും. നമ്മുടെ കരിയർ അതോടുകൂടി തീരും. പിന്നെ സമൂഹത്തിൽ നമുക്കും നമ്മുടെ കുട്ടികളും ഉണ്ട്, അവർക്കൊക്കെ അവരുടെ ജീവിതമാകെ കൊഞ്ഞാട്ടയാകും. ഇതാണ് ഇതിന്റെ അവസ്ഥ. അപ്പൊ അത്തരത്തിലൊരു അവസ്ഥയിലേക്ക് പോകാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ്, അല്ലാതെ നിങ്ങളുടെ കേസ് പരിഹരിച്ചു തരാൻ മനസ്സില്ലാത്തത് കൊണ്ടല്ല ഈ മൈനർ കേസുകൾ. അതിൽ പ്രേമം, അനാവശ്യ പ്രേമങ്ങൾ ഉണ്ട്, അതേപോലെ മൊബൈൽ ഫോൺ അഡിക്ഷൻ ഉണ്ട്, മറ്റ് പല രീതിയുണ്ട്, ലഹരിയുണ്ട്, കുട്ടികളിലുള്ള മറ്റ് മദ്യപാനം പോലുള്ള കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് പരിഹരിക്കാൻ കഴിയുന്നതാണ്. ധാരാളം കേസുകൾ പരിഹരിച്ചിട്ടുമുണ്ട്.
പക്ഷെ ഇപ്പോൾ എടുക്കാൻ കഴിയാത്തത് ഈ മാറിയ സാഹചര്യത്തിൽ നമുക്ക് അത്തരം കേസുകൾ എടുക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ 10-12 കേസുകൾ എൻ്റെ നമ്പറിലേക്ക് യൂട്യൂബ് ഫോളോവേഴ്സുള്ള എൻ്റെ സുഹൃത്തുക്കൾ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഓരോരുത്തർക്കും ഈ മറുപടി ഇങ്ങനെ പറയാൻ മടിച്ചിട്ടാണ് ഞാൻ ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യുന്നത്. പേടിച്ചിട്ടാണ്. നിങ്ങൾ 18 വയസ്സിന് താഴെയുള്ള ആണായാലും പെണ്ണായാലും എന്ത് വിഷയമുണ്ടെങ്കിലും നിങ്ങൾ മറ്റേതെങ്കിലും ഒരു കൗൺസിലറെയോ സൈക്കോളജിസ്റ്റിനെയോ ഡോക്ടറെയോ ആരെങ്കിലും കണ്ട് പരിഹാരം തേടിക്കൊള്ളുക. എൻ്റെ സേവനം നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ്. പിന്നെ ഇൻഡിവിജ്വൽ കേസായാലും ഫാമിലി കേസായാലും അതിനുള്ള സൗകര്യങ്ങൾ നമ്മുടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 18 വയസ്സിന് മേലുള്ളവരാണെന്നാണ് നമുക്ക് ചെയ്യുന്നുണ്ട്. വിരോധമല്ല, ഇപ്പോഴും കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി അഥവാ എന്തെങ്കിലും കേസോ വഴക്കോ വന്നു കഴിഞ്ഞാലും പോക്സോ പോലെ റിപ്പോർട്ട് ചെയ്യില്ലല്ലോ. തെളിയിക്കപ്പെടേണ്ടത് അവരാണല്ലോ. ആരാണോ വാദി അവർ തെളിയിക്കണം നമ്മൾ കുറ്റവാളിയാണെന്നുള്ളത്. പക്ഷെ പോക്സോ പോലുള്ള കേസുകൾ അങ്ങനെയല്ല. പ്രതിയായ നമ്മൾ തെളിയിക്കണം നമ്മൾ കുറ്റം ചെയ്തിട്ടില്ല എന്നുള്ളത്. അവർക്ക് കേസ് കൊടുത്താൽ മതി. ആ അവസ്ഥയിലേക്ക് പണം ചെലവാക്കാനില്ല എന്നതുകൊണ്ടാണ് തൽക്കാലം വേണ്ടാന്ന് വെക്കുന്നത്. മറ്റൊന്നും തോന്നരുത്. അപ്പോൾ ഇതൊക്കെയാണ്, ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഉപയോഗിക്കുന്നത്. എല്ലാവർക്കും നല്ല ഒരു ജീവിതം, എന്തു പറയാം, പ്രശ്നരഹിതമായ ഒരു ജീവിതം ജീവിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ. 18 വയസ്സിന് മേലെയുള്ള കേസുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചോളി. നമുക്ക് കാണാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ നമുക്ക് കാണാം. പിന്നെ ഒന്ന്, അവരുടെ മനസ്സമാധാനം ഇല്ലാത്ത കേസുകൾ, നമ്മൾ അങ്ങനെയുള്ള പറയാം, മനസ്സിന് സമാധാനം ഇല്ലാത്ത കേസുകൾ, അങ്ങനെയുള്ള കുറേ കേസുകളുണ്ട്. ഡിപ്രഷൻ പോലെയുള്ളത്, സ്ട്രെസ് കാര്യങ്ങൾ, അങ്ങനെ കുറേ കേസുകൾ വരുന്നുണ്ട്. അത്തരം കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ 18 വയസ്സിന് മേലെയുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചോളി. അത് ആണായാലും പെണ്ണായാലും ആരായാലും നമുക്ക് പരിഹരിക്കാൻ ശ്രമിക്കാം. കുഴപ്പമില്ല. നമുക്ക് നേരിട്ട് കാണാം, നമുക്ക് പരിഹരിക്കാൻ ശ്രമിക്കാം. പക്ഷേ 18 വയസ്സിന് താഴെയുള്ള കേസുകൾ ദയവായി എന്നെ വിളിക്കരുത്. പ്രയാസമാണ്, ബുദ്ധിമുട്ടാണ്. വേറെ നിവൃത്തിയില്ലാഞ്ഞിട്ടാണ്. നമ്മുടെ നിയമ സംവിധാനങ്ങൾ അങ്ങനെ ആയതുകൊണ്ടാണ്. Different angles. Don't forget to subscribe and support this channel.